സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കണ്ണൂരിലെ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് FC വേഴ്സസ് മലപ്പുറം FC സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 21. ഒരിക്കൽ കൂടി സ്വാഗതം. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം സ്വാഗതം ചെയ്യട്ടെ ബിനിഷ് കിരൺ. താങ്ക് യു ഷൈജു ഏട്ടാ. ഇലക്ട്രിഫൈങ് മാച്ച് ഇന്നൊരു മറ്റൊരു മത്സരം കണ്ണൂരിൽ കിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ഫോർമേഷൻ രണ്ട് ടീമിൻ്റെയും. അവിടെ ഒരു മിസ്സാണ്. അവിടെ കെന്നഡി വിൽ ഗോ ഫോർ ഷോട്ട്. യെസ്, കെന്നഡിക്ക് അങ്ങനെ ഒരു ആംഗിളിൽ ഒരു പന്ത് കിട്ടിയാൽ കെന്നഡി വിൽ ഗോ ഫോർ ദ കിൽ. അത് തന്നെയാണ് ഷോട്ട് ഉതിർക്കുന്നത്, പക്ഷെ വെൽ ഡിഫെൻഡ്. അവിടെ ഏറ്റവും ഭംഗിയായിട്ട് അത് ഡിഫെൻഡ് ചെയ്ത് ജേഴ്സി നമ്പർ 24 അശ്വിൻ കുമാർ ആണെന്ന് തോന്നുന്നു. യെസ്, ജേഴ്സി നമ്പർ 24 അശ്വിൻ കുമാറിന്റെ വൺ മാൻ ബ്ലോക്ക്. വെൽ ഡൺ അശ്വിൻ. അബ്ദല്ല അയാൽ ഫോർ മൊറോക്കൻ ആൻഡ് ഹെഡർ. ഡേഞ്ചർ മാൻ ഹക്കു. ഓൾവേസ് സെറ്റ് പീസുകൾ വരുമ്പോൾ മലപ്പുറം ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് അബ്ദുൾ ഹക്കുവിനെ ആയിരിക്കും. കളി തുടങ്ങി 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും മലപ്പുറത്തിന്റെ ആനിമേറ്റഡ് കോച്ച്, വളരെ ആനിമേറ്റഡ് ആണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ടെക്നിക്കൽ ഏരിയയിൽ. അത് പ്രത്യേകിച്ച് ഇന്ന് കളി നിയന്ത്രിക്കുന്നത് റെഫറി വെങ്കടേഷ് ആണ്. വെങ്കടേഷിന്റെ സ്വഭാവ രീതികളും നമുക്കറിയാം. ബി കെയർഫുൾ മിഗ്വൽ ടൊറേറ. വീണ്ടും ഒരു ക്രോസ് വരികയാണ് ഇവിടെ. അത് സിനാൻ കൃത്യമായി വന്നത് പിടിക്കുന്നു. ഇവിടെയാണ് കൃത്യമായി സിനാന് കയ്യടി കൊടുക്കുക. കാരണം ആ പന്ത് സിനാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറുഭാഗത്ത് ഒരു ഗോൾ കിക്ക് മാത്രമായി മാറിയാണ്. സിനാൻ അത് കറക്റ്റായി അവിടെ വന്ന് എടുത്തത് കൊണ്ടാണ് അവിടെ സാംബിന്, കരീമിന് അറ്റ്ലീസ്റ്റ് ഒരു ബൈസിക്കിൾ ട്രൈ എങ്കിലും നടത്താനുള്ള ഒരു പന്തായിട്ട് അത് മാറിയത്. നല്ലൊരു അവസരം. ചാൻസ് മലപ്പുറം. My goodness, Rishad Ghafoor. Sinan Gomez, Asiya Gomez, chipping ball in. Sam Abdul Karim Sam and Kannur മുന്നിൽ. 32-ാം മിനിറ്റിൽ ഈ ഗാലറി ആർത്തിരമ്പുകയാണ്. ഗോളിനായി വിശക്കുമ്പോൾ നിങ്ങൾ രോഹിത് ഷെട്ടിയായി മാറുന്നു. കണ്ണൂർ വാരിയേഴ്സ് ഗോളിനായി വിശന്ന് ഒടുവിൽ കണ്ണൂർ വാരിയേഴ്സ്, ഐ തിങ്ക് ഇറ്റ് ഈസ് സിനാന്റെ സീസണിലെ 2ാം ഗോളാണ്. സോ കണ്ണൂർ വാരിയേഴ്സ് 1 മലപ്പുറം 0 ഇൻ ജവഹർ സ്റ്റേഡിയം. ലോങ് റേഞ്ചർ ആണ്, പക്ഷെ അതിന് മുൻപ് തന്നെ അവിടെ റഫറിയുടെ ഫൗൾ വിസിൽ മുഴങ്ങിയിട്ടുണ്ട്. റഫറി വെങ്കടേഷിന്റെ. ഐ തിങ്ക് ഇറ്റ്സ് എ കോർണർ. അൽഫോർസിയുടെ കോർണർ. ചാൻസ് മലപ്പുറം. മലപ്പുറം. അത് മലപ്പുറത്തായാലും അത് കൊച്ചിയിലായാലും അത് തൃശ്ശൂരായാലും ഇനി മഴ അങ്ങ് കണ്ണൂരിൽ പെയ്തോട്ടെ. മലപ്പുറം മഴയ്ക്കൊപ്പം മലപ്പുറം തിരിച്ചു വരും എന്നുള്ള ആ പ്രഡിക്ഷൻ ഇതാ കണ്ണൂരിലും അക്ഷരം പ്രതി നടപ്പാവുകയാണ്. സന്ദീപിന്റെ ക്രോസ്. രണ്ടുപേരാണ്. നൗ ചാൻസ് ഫോർ കണ്ണൂർ. ബോക്സിനകത്ത് മനോജ് ആണ് ഒരു ഡിഫൻഡർ. ഫുൾ ബാക്കിന്റെ ഒരു അറ്റംപ്റ്റ് കാണുക. എതിർ പെനാൾട്ടി ബോക്സിനകത്ത്, പെനാൾട്ടി സ്പോട്ടിനരികിൽ, ഫിനിഷിന്റെ തൊട്ടരികിൽ നെബിന്റെ ക്രോസ്. Now chance for Asiya and അസിയറും സിനാനും തന്നെയാണ് അവിടെ. അവസാനത്തെ 2 ടച്ച് ഗോമസും സിനാനുമാണ്. 2ാമത്തെ ഗോളിന് അരികെ എത്തി കണ്ണൂർ നിരാശപ്പെടേണ്ടി വരുന്നു. 48-ാമത്തെ മിനിറ്റ്. റിഷാദ് ഗഫൂർ. അതൊരു നല്ല ക്രോസ് എന്ന് പറയാൻ സാധിക്കില്ല. റിഷാദിന്റെ ആ ക്രോസ് ഈസി ആയിട്ട് കണ്ണൂർ ഡീൽ ചെയ്യുന്നു. കണ്ണൂരിലെ കാണികൾക്ക് എന്തുകൊണ്ടും ആഘോഷിക്കാവുന്ന 1ാം പകുതി. തീർച്ചയായിട്ടും എന്തുകൊണ്ടും ആഘോഷിക്കാവുന്ന 1ാം പകുതിക്ക് ഒടുവിൽ വിരാമം. ഇറ്റ് ഈസ് കണ്ണൂർ 1 മലപ്പുറം 1. കാത്തിരിക്കാം 2ാം പകുതിക്ക്. സ്റ്റേ ട്യൂൺഡ്. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിന്റെ മാച്ച് നമ്പർ 21 2ാം പകുതി ആരംഭിക്കും. നിങ്ങൾക്ക് മോണിറ്ററിൽ ഇപ്പോൾ കാണാം ഈ ക്യാമറയിലേക്ക് വന്ന് വീഴുന്ന മഴയുടെ അല്ലെങ്കിൽ മഴത്തുള്ളികളുടെ ശക്തി, അതിന്റെ ആ ഒരു പ്രതാപം എന്തെന്ന് അറിയണമെങ്കിൽ ഈ വിഷ്വൽ കണ്ടാൽ മതി. സോ 2ാം പകുതി ആരംഭിച്ചിരിക്കുന്നു. പെരുമഴയത്ത് മലപ്പുറത്തിന്റെ ആദ്യ 2ാം പകുതി കോർണർ.
അൽഫോർസിയുടെ കോർണർ. ഓ, അവിടെ ഒരു ചാൻസ്. ഇഷാൻ പണ്ഡിതയാണ് ആ പന്ത് ഇടത് കാലുകൊണ്ട്. വീണ്ടും മഴയത്ത്, ഇതുപോലെ ഒരു മഴ സമയത്ത്, ഇതുപോലെ ഒരു പേമാരിയിൽ അന്ന് മലപ്പുറം പയ്യനാട്ട് കാലിക്കറ്റിനെതിരെ അടിച്ച ഗോളിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വീണ്ടും മലപ്പുറം FC-യുടെ ക്യാപ്റ്റൻ ഐതോർ. സോ കനത്ത പേമാരി, കനത്ത മഴ, ചില്ലറ മഴയെന്ന് പറഞ്ഞാൽ പോരാ, വലിയ മഴ. ഇന്നലെയൊക്കെ എറണാകുളം ജില്ലയിലൊക്കെ ഇത്രയും വലിയ മഴ പെയ്തു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് സമാനമായ മഴയാണ്, തുലാമഴയാണ് ഇന്ന് കണ്ണൂരിൽ പെയ്യുന്നത്. ഏതായാലും റഫറി വെങ്കടേഷ് ഇവിടെ മത്സരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മഴയത്ത് പന്ത് മൈതാനത്ത് നീങ്ങാൻ വരെ ബുദ്ധിമുട്ടായി തുടങ്ങിയ സാഹചര്യത്തിൽ മത്സരം താൽക്കാലികമായി നിർത്തിവെക്കാൻ റഫറി വെങ്കടേഷ് സന്നിഹിതരായിരിക്കുകയാണ്. കനത്ത മഴയിൽ താൽക്കാലികമായിട്ട് മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. സോ ഇറ്റ്സ് ബോൾ ഫ്ലോട്ടിംഗ് ആണ്. ബോൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ മത്സരം നടത്തുന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ റഫറി താൽക്കാലികമായിട്ട് ഈ മത്സരം നിർത്തിവെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഹെവി റെയിൻ. മാച്ച് സസ്പെൻഡഡ് ഫോർ 30 മിനിറ്റ്സ്. അരമണിക്കൂർ നേരത്തേക്ക് മാച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാച്ച് കമ്മീഷണർ രവീന്ദ്രനെ കാണാം. അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പലതവണ മൈതാനത്ത് പരിശോധന നടത്തിയിരുന്നു. പല മാർഗങ്ങൾ ഉപയോഗിച്ചാണ് മൈതാനത്തെ വെള്ളം നീക്കാനായുള്ള പ്രയത്നം നടത്തിയത്. സോ ദീർഘനേരത്തെ ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ കളി പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ശുഭവാർത്തയാണ്. കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരനാണ്. എന്നോടൊപ്പം തത്സമയ വിവരണത്തിനായി ബിനീഷ് കിരൺ. മത്സരം എവിടെയാണോ നിർത്തിവെച്ചത് അവിടെ വെച്ച് തന്നെ മത്സരം ആരംഭിക്കുന്നു. കണ്ണൂരിൽ ജവഹർ സ്റ്റേഡിയത്തിൽ കളി പുനരാരംഭിച്ചുവെങ്കിലും മഴ മൂലമുണ്ടായ വെള്ളാൻ ചാൻസ് ഫോർ കണ്ണൂർ ഹിയർ. ഓ, ഇന്ത്യൻ ഇന്റർനാഷണൽ സഹൽ അബ്ദുൽ സമദ് കണ്ണൂരിലെ ഗാലറിയിലുണ്ട്. ബിപിൻ ദാസ് എടുക്കുന്നു ആ കോർണർ, ലോ കോർണർ. കണ്ണൂർ ഈസ് ബാക്ക്. നിദാൽ സയ്യിദ്, നിദാൽ സയ്യിദ്. രണ്ടാം പകുതിയിൽ കണ്ണൂർ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഒടുവിൽ കോർണറിൽ നിന്ന് തന്നെ കണ്ണൂർ തിരിച്ചടിക്കുകയാണ്. തെയ്യം, തിറ, കളിയാട്ടം, പെരുങ്കളിയാട്ടം. കണ്ണൂരിലെ സ്വന്തം മൈതാനത്ത് സ്വന്തം കാണികളുടെ മുന്നിൽ കണ്ണൂരിന്റെ പെരുങ്കളിയാട്ടമാണ്. 2-2. കണ്ണൂർ ഈസ് ബാക്ക്. കളി വീണ്ടും സമനിലയിൽ. വീണ്ടും ബോക്സിന്റെ ഉള്ളിലേക്ക് കണ്ണൂരിന്റെ മുന്നേറ്റമാണ്. അവിടെയുള്ള വെള്ളക്കെട്ടിന്റെ ആനുകൂല്യം പരമാവധി മുതലെടുക്കുകയാണ്. വീണ്ടും വലതു വിങ്ങിൽ നിന്ന് വന്ന പന്തിലേക്ക് ചാടി ഉയർന്ന് തന്റെ തല കൊടുക്കാൻ ശ്രമിക്കുന്ന അബ്ദുൽ കരീം സാംബ്. ഗാലറി ഇളകി മറിയുകയാണ്. യെല്ലോ കാർഡ് കണ്ണൂരിന്റെ കോച്ച് മാനുവൽ സാഞ്ചസിനാണ് ഇപ്പോൾ റഫറി വെങ്കടേഷ് യെല്ലോ കാർഡ് കാണിക്കുന്നത്. വീണ്ടും ഒരു പന്ത്, ചാൻസ് ഫോർ 3. വാട്ട് എ സേവ്! മലപ്പുറത്തിന്റെ ഗോൾ കീപ്പർ അസർ രക്ഷകനാവുകയാണ്. ഇനിയൊരു ഗോളിന് ചാൻസ് വളരെ കുറവാണ്. കാരണം മഴ പോയി. അതുകൊണ്ട് മഴ പോയതുകൊണ്ട് മലപ്പുറത്തിന് ഗോൾ അടിക്കാൻ പറ്റുമോ എന്നറിയില്ല. മഴയാണ് മലപ്പുറത്തിനെ ഗോളിലേക്ക് അരികിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൃത്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇനി കണ്ണൂരിനൊരു ഗോള് 1 മിനിറ്റ് ബാക്കി നിൽക്കുകയാണ്. ഒരു ഗോള് കണ്ണൂരിന് വരുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ജവഹർ സ്റ്റേഡിയത്തിലെ മൈതാനത്ത് കണ്ണൂരും മലപ്പുറവും കളി മുടക്കിയ മഴ തടസ്സപ്പെടുത്തിയ കളിയിലൊടുവിൽ കളി പുനരാരംഭിച്ച് ഏതാണ്ട് രണ്ടാം പകുതി പൂർണ്ണമായും വീണ്ടും കളിച്ച മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സും മലപ്പുറം FC-യും ഈ 2 ഗോളുകളും ഓരോ പോയിന്റുകൾ വീതവും പങ്കുവെച്ച് പിരിയുകയാണ്. സോ ഫുൾ ടൈം ഹിയർ ഇൻ ദ ജവഹർ സ്റ്റേഡിയം ഇൻ കണ്ണൂർ. ഇറ്റ് ഈസ് ദ ഹോം ടീം കണ്ണൂർ വാരിയേഴ്സ് FC 2 and Malappuram FC 2.